നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചൊക്രമുടിയിലെ അനധികൃത കയ്യേറ്റത്തിൽ ഒന്നാം പ്രതി റവന്യൂ മന്ത്രി എന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതീവ പരിസ്ഥിതിലോല മേഖലയിലുള്ള കയ്യേറ്റം റവന്യൂ വകുപ്പിന്റെ ഒത്താശയോടെ. റീസർവേക്കായി മന്ത്രി സ്പെഷ്യൽ ഓർഡർ ഇറക്കിയത് കയ്യേറ്റത്തിന് വഴിവെച്ചതായും രമേശ് ചെന്നിത്തല. കാഞ്ചിയാർ പള്ളിക്കവലിയിൽ റവന്യൂ ഭൂമി വനഭൂമിയാക്കി മാറ്റാൻ വില്ലേജ് ഓഫീസിലെ രേഖകളിൽ റിസർവ് ഭൂമി എന്നാക്കി കൃത്രിമം കാട്ടിയതായി പരാതി. ഉദ്യോഗസ്ഥർ കൃത്രിമം നടത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത് പള്ളിക്കവലിയിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് അടക്കം സ്ഥിതി ചെയ്യുന്ന 12 ഏക്കർ വരുന്ന ഭൂമിയുടെ രേഖയിൽ. സംഭവത്തിൽ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി. ഓണത്തോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. പരിശോധന നടന്നത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന ഉദ്യോഗസ്ഥർ. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നേന്ത്രക്കായുടെ വില കുതിച്ചുയരുന്നു. കൂടാതെ വെളിച്ചെണ്ണയുടെയും പാമോയിലിന്റെയും വിലയിലും വർധനവുണ്ട്. വരും ദിവസങ്ങളിൽ ഓണവിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിൽ വ്യാപാരികൾ. വിശദമായ വാർത്തകളിലേക്ക്. ചൊക്രമുടിയിലെ അനധികൃത കയ്യേറ്റത്തിൽ ഒന്നാം പ്രതി റവന്യൂ മന്ത്രി എന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതീവ പരിസ്ഥിതിലോല മേഖലയിലുള്ള കയ്യേറ്റം റവന്യൂ വകുപ്പിന്റെ ഒത്താശയോടെയാണ്. റീസർവേക്കായി മന്ത്രി സ്പെഷ്യൽ ഓർഡർ ഇറക്കിയത് കയ്യേറ്റത്തിന് വഴിവെച്ചു. ചൊക്രമുടിയിലെ ഒറ്റമരം മുതൽ ഗ്യാപ് റോഡ് വരെയുള്ള കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നും എല്ലാ പട്ടയങ്ങളും റദ്ദാക്കണമെന്നും രമേശ് ചെന്നിത്തല ചൊക്രമുടിയിൽ പറഞ്ഞു. ഇവിടെ ഏറ്റവും പ്രകൃതി ലോല പ്രദേശമാണെന്ന് മാത്രമല്ല, ജൈവ വൈവിധ്യത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ് ഇവിടെ. ഇത് സർക്കാർ വക ഭൂമി, വനഭൂമിയിലുള്ള കടുത്ത കയ്യേറ്റമാണ്. ഈ കയ്യേറ്റത്തിന് ഉത്തരവാദികളായ ആളുകളുടെ പേരിൽ നിയമ നടപടി ഉണ്ടാകണം. ഈ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കണം. കൊടുത്ത പട്ടയം മുഴുവൻ റദ്ദാക്കണം. ഇവിടെയുള്ള അനധികൃതമായ ഈ കയ്യേറ്റങ്ങൾ ഒഴിവാക്കണം. വാസ്തവത്തിൽ ഈ കയ്യേറ്റത്തിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് CPI എന്ന് പറയുന്ന പാർട്ടിയും ഈ ഗവൺമെന്റുമാണ്. ഇതിനകത്ത് റവന്യൂ മന്ത്രി ഒന്നാം പ്രതിയാണ്. ഈ കാര്യത്തിൽ റവന്യൂ മന്ത്രി സ്പെഷ്യൽ ഓർഡർ മുഖേന ഇവിടെ റീസർവേക്ക് അനുവാദം കൊടുത്തപ്പോഴാണ് ഈ ഭൂമി സ്വന്തമാക്കാൻ ഇവർക്ക് കഴിഞ്ഞത്. ഇവർ കാണിച്ചു കൊടുത്ത ഭൂമി മുഴുവൻ പട്ടയത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവര് കൈവശപ്പെടുത്തുകയാണ്. മുഴുവൻ മരങ്ങളും വെട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ പ്ലോട്ടായിട്ട് തിരിച്ച് 2-3 ലക്ഷം രൂപയ്ക്ക് സെന്റിന് വിൽക്കുകയാണ്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? റവന്യൂ മന്ത്രിയെ ഈ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കളക്ടറുടെ അനുവാദമില്ലാതെ പട്ടികജാതിക്കാരുടെ ഭൂമി എങ്ങനെയാണ് CB ജോസഫിന് കൈമാറിയത്? എങ്ങനെയാണ് ഇവിടെ റോഡ് ടാർ ചെയ്തത്? എന്താണ് ഇദ്ദേഹത്തിന് അധികാരം? അപ്പൊ ഇയാൾക്ക് യാതൊരു അധികാരവുമില്ലാത്ത കാര്യമാണ്. ഇതിനകത്തെ ഒന്നാമത്തെ പ്രതി റവന്യൂ മന്ത്രിയാണ്. റവന്യൂ മന്ത്രി അടിയന്തരമായി ചെയ്യേണ്ടത് ഈ പട്ടയം ക്യാൻസൽ ചെയ്യണം. വേണ്ടി വന്നാൽ അത് ആദ്യ ഘട്ടമാണ്. വേണ്ടി വന്നാൽ ഞങ്ങൾ സമരരംഗത്തേക്ക് പോകും. കാരണം ഈ കയ്യേറ്റങ്ങൾ ഒറ്റമരം മുതൽ ഗ്യാപ് റോഡ് വരെയുള്ള കയ്യേറ്റങ്ങൾ ഒഴിവാക്കണം. ഇതെല്ലാം ആരാണ് കയ്യേറിയിരിക്കുന്നത്? ഭരണത്തിന്റെ തണലിൽ ഈ ജൈവ വൈവിധ്യ മേഖലകളെ മുഴുവൻ തകർക്കുകയാണ്. വയനാട്ടിലുണ്ടായ സംഭവം ഇവിടെ ഉണ്ടായാൽ അതിന് ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് ഈ പട്ടികവർഗ കോളനിയിലെ പാവങ്ങളാണ്. അവരൊന്നും അറിയുന്നില്ല. അപ്പൊ ഇവിടെ ഒരു അപകടം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലാതാകണം. കാഞ്ചിയാർ പള്ളിക്കവലിയിൽ റവന്യൂ ഭൂമി വനഭൂമിയാക്കി മാറ്റാൻ വില്ലേജ് ഓഫീസിലെ രേഖകളിൽ റിസർവ് ഭൂമി എന്നാക്കി കൃത്രിമം കാട്ടിയതായി പരാതി. പള്ളിക്കവലിയിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് അടക്കം സ്ഥിതി ചെയ്യുന്ന 12 ഏക്കർ വരുന്ന ഭൂമിയുടെ രേഖയിലാണ് ഉദ്യോഗസ്ഥർ കൃത്രിമം നടത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. സംഭവത്തിൽ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി. കാഞ്ചിയാർ വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 64-ൽ പെട്ടതും റീസർവേ നമ്പർ 366/2-ൽ പെട്ടതുമായ 4 ഹെക്ടർ 83-ൽ ഉൾപ്പെട്ട 12 ഏക്കർ ഭൂമിയിലെ ഉടമസ്ഥാവകാശം വനംവകുപ്പ് കൈവശപ്പെടുത്തുന്നതിനാണ് വില്ലേജ് രേഖയിൽ തിരുത്തൽ വരുത്തിയിട്ടുള്ളതെന്നാണ് ആരോപണം. മുൻ MLA ആയിരുന്ന VT സെബാസ്റ്റ്യന്റെ കാലത്ത് ഗവൺമെന്റ് കോളേജ് സ്ഥാപിക്കുവാൻ ഈ ഭൂമിയിൽ മുമ്പ് തറക്കല്ലിട്ടിട്ടുള്ളതാണ്. എന്നാൽ പിന്നീട് ഗവൺമെന്റ് കോളേജ് കട്ടപ്പനയിൽ സ്ഥാപിക്കുകയായിരുന്നു. 1969-ൽ പട്ടം കോളനി സ്ഥാപിക്കുന്നതിനായി കമ്പംമെട്ട്, നെടുങ്കണ്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കുടിയിറക്കിയ 100ഓളം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് മേഖല തിരഞ്ഞെടുത്തിരുന്നു. ഇതിനുശേഷം മിച്ചം വന്ന ഭൂമി വനംവകുപ്പിന് സംരക്ഷണ ചുമതല നൽകി. ഈ സ്ഥലമാണ് രേഖകളിൽ കൃത്രിമം കാട്ടി വനഭൂമിയാക്കി മാറ്റിയിരിക്കുന്നത്. 2018 മുമ്പ് റവന്യൂ ഭൂമി എന്ന് തന്നെയായിരുന്നു വില്ലേജ് രേഖകളിൽ ഇവിടം രേഖപ്പെടുത്തിയിരുന്നത്.
എന്നാൽ 2019 ശേഷമാണ് വില്ലേജ് രേഖകളിൽ റിസർവ് ഫോറസ്റ്റ് എന്ന രേഖപ്പെടുത്തൽ വന്നിരിക്കുന്നതെന്ന് പരാതിക്കാർ പറയുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭൂമി കാലങ്ങളായിട്ട് നമ്മുടെ റവന്യൂ വകുപ്പിൻ്റെ സ്ഥലമാണ്. ഇതിപ്പോൾ കൈവശം വെച്ച് പോന്നിരിക്കുന്ന നമ്മുടെ വനം വകുപ്പാണ്. ഈ വിവിധ മേഖലകളിൽ നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭൂമി പ്രശ്നങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഈ റവന്യൂ വകുപ്പിൻ്റെ ഭൂമി രേഖകളെ കൃത്രിമം കാട്ടിക്കൊണ്ട് മാത്രം വനഭൂമിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭൂമി വർഷങ്ങളായിട്ട് റവന്യൂ വകുപ്പിൻ്റെയാണ്. ഇവിടെ കട്ടപ്പന ഗവൺമെൻറ് കോളേജിൻ്റെ ആദ്യകാലങ്ങളിൽ തറക്കല്ല് വരിയിട്ട സ്ഥലമാണ് നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി. എന്നാൽ ഇപ്പം നമ്മൾ വില്ലേജിലെ രേഖകളിൽ മാത്രം ഇത് വനഭൂമിയാക്കി റിസർവ് ഫോറസ്റ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. മറ്റ് താലൂക്കുകളിലും തൊടുപുഴയുള്ള ജില്ലാ ഓഫീസുകളിലുമെല്ലാം ഇത് നമുക്ക് സർക്കാർ റവന്യൂ ഭൂമിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് വനം വകുപ്പ് കൈവശപ്പെടുത്തിക്കൊണ്ട് അവരുടെ അധീനതയിലാക്കിക്കൊണ്ട് ഇവിടെ ഒരു പട്ടയം പോലും ലഭിക്കുകയല്ലാത്ത സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റവന്യൂ വകുപ്പ് അധികാരികൾ ഈ സ്ഥലം നമ്മുടെ വകുപ്പിന് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് ഇത് ഭൂമി ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതിനുള്ള നടപടി, അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ഭൂമി എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടേതായിട്ടുള്ള ആവശ്യം. ഹൈറേഞ്ചിലെ കാർഷിക ഗ്രാമമായ കാഞ്ചിയാറിന്റെ വികസനത്തിന് ഇത്തരം നീക്കം പ്രതിസന്ധി സൃഷ്ടിക്കും. മേഖലയെ വനഭൂമിയാക്കി മാറ്റാനുള്ള നീക്കത്തിന്റെ ആരംഭമാണോ ഇതെന്ന് സംശയിക്കുന്നതായും പരാതിക്കാർ പറയുന്നു. അതോടൊപ്പം വില്ലേജ് രേഖകളിൽ വന്നിരിക്കുന്ന തിരുത്തൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് വിധേയമാക്കണം. ഭൂമി റവന്യൂ വകുപ്പിന് തിരികെ നൽകി വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും രേഖ തിരുത്തിയത് ആരാണെന്ന് കണ്ടെത്തുകയും വേണം. സംഭവത്തിൽ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സിവിൽ സപ്ലൈസ്, ലീഗൽ മെട്രോളജി, ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് കട്ടപ്പന നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. 85 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ 22 എണ്ണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാത്തതും ത്രാസ് പതിപ്പിക്കാതിരിക്കുകയും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ഈ സ്ഥാപനങ്ങളിൽ നിന്നും 22,000 രൂപ സ്പോട്ട് ഫൈൻ ഈടാക്കിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി കഴിഞ്ഞ മാസം 13-ാം തീയതി ഓൺലൈനായിട്ട് ചേർന്ന മീറ്റിംഗിൽ ഓണക്കാലത്തോടനുബന്ധിച്ച് പൊതുവിപണിയിൽ ഒരു സംയുക്ത പരിശോധന സിവിൽ സപ്ലൈസ്, ലീഗൽ മെട്രോളജി, ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നീ വിവിധ വകുപ്പുകളുടെ ഏകോപിച്ച് ഒരു സംയുക്ത പരിശോധന നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഈ കട്ടപ്പന മാർക്കറ്റിൽ 3 വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരോട് ചേർന്ന് ഇന്ന് പരിശോധന നടത്തിയത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ 85 സ്ഥാപനങ്ങൾ പരിശോധിച്ചു. അതിൽ 22 എണ്ണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. അതിൽ വെയിറ്റ് ആൻഡ് മെഷേഴ്സ് 22,000 രൂപയുടെ സ്പോട്ട് ഫൈൻ തന്നെ ഈടാക്കിയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള 22 കേസുകൾ തുടർ നടപടികൾ അതാത് വകുപ്പുകൾ സ്വീകരിച്ചു വരികയാണ്. വരും ദിവസങ്ങളിലും ഈ പരിശോധന കർശനമായിട്ട് തുടരും. ഈ പറഞ്ഞ പോലെ വില വിവരപ്പട്ടിക പ്രദർശിപ്പിക്കാതിരിക്കുക, ലീഗൽ മെട്രോളജിയുടെ ത്രാസിൻ്റെ സ്റ്റാമ്പിങ് സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ, FSI ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കടകൾ എന്നീ വ്യാപാര സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജില്ലാ കളക്ടറുടെ സംയുക്ത ഓണക്കാല പൊതുവിപണി പരിശോധനാ സ്ക്വാഡിൽ ഉൾപ്പെട്ട ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ, ഫുഡ് സേഫ്റ്റി ഇടുക്കി ജില്ലാ ഓഫീസർ സ്നേഹ വിജയൻ, പീരുമേട് താലൂക്ക് സപ്ലൈ ഓഫീസർ മോഹനൻ എ, ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസർ ജലീസ് എം, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ റിജി, ഷിനുമോൻ, മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നേന്ത്രക്കായുടെ വില കുതിച്ചുയരുന്നു. കൂടാതെ വെളിച്ചെണ്ണയുടെയും പാം ഓയിലിന്റെയും വിലയും കുതിച്ചുയരുകയാണ്. വരും ദിവസങ്ങളിൽ ഓണവിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ഓണസദ്യയുടെ മുഖ്യ ഇനമായ ഉപ്പേരിയും ശർക്കര വരട്ടിയും ഉണ്ടാക്കാനാണ് നേന്ത്രക്കായ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. വാഴയ്ക്ക ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കും കഴിഞ്ഞ വർഷത്തെ ഉപേക്ഷിച്ച് ഈ വർഷം ഇരട്ടി വിലയാണ്. 60 രൂപയ്ക്കാണ് നേന്ത്രക്കായ കച്ചവടക്കാർ ഇടനിലക്കാരിൽ നിന്നും വാങ്ങുന്നത്. എന്നാൽ വെളിച്ചെണ്ണയുടെയും പാം ഓയിലിന്റെയും വില കൂടി ചേർക്കുമ്പോൾ 300 രൂപയ്ക്ക് മുകളിൽ വിലയിട്ടാണ് വാഴയ്ക്ക ഉപ്പേരിയും ശർക്കര വരട്ടിയുമൊക്കെ കച്ചവടക്കാർ വിൽക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കച്ചവടം കുറവാണെന്നും വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എണ്ണയ്ക്കും കായ്ക്കും ഒക്കെ വില കൂടുതലാണ്. അത് നമ്മളെ പരമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ ഓണമാകുമ്പോഴത്തേനും ഇച്ചിരി കച്ചവടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിപ്സിൻ്റെ വില പാം ഓയിൽ വറുക്കുന്നതിന് 300 രൂപ, വെളിച്ചെണ്ണ വറുക്കുന്നതിന് 350 രൂപ. ഒത്തിരി പേര് വെളിച്ചെണ്ണ വറുക്കുന്നത് ചോദിക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേന്ത്രക്കായ വില കുറച്ചു ലഭിക്കുമെങ്കിലും നാടൻ കായ്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ചെറുകിട കച്ചവടക്കാർ കർഷകരിൽ നിന്ന് നേരിട്ട് നേന്ത്രക്ക സംഭരിക്കുകയാണ്.
ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഓണവിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ബംഗളൂരുവിലുണ്ടായ വാഹനാപകടത്തിൽ കട്ടപ്പന വള്ളക്കടവ് സ്വദേശി മരിച്ചു. വള്ളക്കടവ് തെക്കേവേലിൽ കുര്യാശനാണ് മരിച്ചത്. അയർലൻഡിന് പോയ മകനെ എയർപോർട്ടിൽ യാത്രയാക്കി തിരികെ മടങ്ങുന്നതിനിടെ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ബംഗളൂരു ധർമ്മപുരിയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. കുര്യാച്ചനൊപ്പം ഭാര്യയും മകളും മരുമകനും ഉണ്ടായിരുന്നു. അപകടത്തിൽ ഭാര്യയ്ക്കും പരിക്കേറ്റു. മൃതദേഹം ബംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കുളമാവ് മീൻമുട്ടിക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. നെടുങ്കണ്ടം കൂട്ടാർ സ്വദേശി പാറക്കൽ ഷാരൂഖ് ഖാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ബാലഗ്രാം സ്വദേശി അമലിനെ പരിക്കുകളോടെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പിക്കപ്പും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. വണ്ടിപ്പെരിയാർ 59-ാം മൈലിന് സമീപം സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. കാറിലുണ്ടായിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഏലപ്പാറയിൽ നിന്നും കുമളിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും വണ്ടമേട്ടിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. സ്വകാര്യ ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന ഇന്നോവ കാറിൽ ഇടിക്കുകയായിരുന്നു. കാറിൽ ഇടിച്ച ശേഷം ബസ് മൺതിട്ടയിലിടിച്ചാണ് നിന്നത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാറിലുണ്ടായിരുന്ന 3 പേർക്ക് സാരമായി പരിക്കേറ്റു. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കും ചെറിയ തോതിൽ പരിക്കുണ്ട്. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് അല്പനേരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കട്ടപ്പന നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ YMCAയുടെ നേതൃത്വത്തിൽ വിവിധ ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം ചേർന്നു. ഗതാഗത പ്രതിസന്ധി പരിഹരിക്കാനും കട്ടപ്പനയുടെ വികസനത്തിനുമായി വിവിധ അഭിപ്രായങ്ങൾ യോഗത്തിൽ ഉയർന്നു വന്നു. YMCAയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പനയിലെ വിവിധ ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമെന്ന വിഷയത്തിൽ യോഗം സംഘടിപ്പിച്ചത്. നിലവിൽ കട്ടപ്പന നഗരം അഭിമുഖീകരിക്കുന്ന ഗതാഗത പ്രതിസന്ധികളും ഗതാഗതക്കുരുക്കിലേക്ക് നയിക്കുന്ന കാരണങ്ങളും പരിഹാര മാർഗങ്ങളും കട്ടപ്പനയ്ക്കുണ്ടാകുന്ന വികസന നേട്ടങ്ങളും യോഗത്തിൽ ചർച്ചയായി. YMCA പ്രസിഡന്റ് രജിത് ജോർജ് അധ്യക്ഷനായിരുന്നു. YMCA എക്സിക്യൂട്ടീവ് അംഗം PM ജോസഫ് വിഷയാവതരണം നടത്തി. ആതുരാലയവും ഹോസ്പിറ്റലും പ്രവർത്തിക്കുന്ന റോഡാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ നടന്നു പോകുന്ന വഴിയെ അല്ലെങ്കിൽ വാഹനത്തിൽ പോകുന്ന വഴികൾ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു. പിന്നെ അത്യാവശ്യമായിട്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എപ്പോഴും പോകേണ്ട വഴി, ആ വഴിയാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു വഴിയാണ്. ആ വഴിയെ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കോട്ടയം റോഡിലേക്കുള്ള ബസ്സുകളും തിരിച്ചു വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു പരിഹാരം നമ്മൾ നോക്കണം. രണ്ടാമത്തെ റോഡെന്ന് പറയുന്നത് നമ്മുടെ അശോക ജംഗ്ഷനാണ്. അശോക ജംഗ്ഷനിലെ കോട്ടയം എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ വരുന്നു, ഇരട്ടിയാർ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ വരുന്നു, പുളിയമ്പലം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ വരുന്നു. ആ ബസ്സുകൾ വരുന്നതും അതോടൊപ്പം തന്നെ ബാക്കി ചെറുവാഹനങ്ങളും എല്ലാം കൂടി ആയി കഴിയുമ്പോൾ അശോക ജംഗ്ഷൻ മുതൽ പുറകോട്ടും മുമ്പോട്ടുമായിട്ട് ആ സെൻട്രൽ ജംഗ്ഷൻ കഴിയുന്നിടം വരെ അനങ്ങാൻ വയ്യാത്ത സ്ഥിതിയാണ്. അങ്ങനെ കൃത്യമായിട്ട് അവിടെ ബ്ലോക്കിൽ കിടന്ന് ഒരുപാട് ആക്സിഡൻറ്റുകൾ, അതിൻ്റെ ഇടയ്ക്കൂടെ ആ വണ്ടി കുത്തിക്കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നതിൻ്റെ പേരിൽ ഞാനൊക്കെ അനുഭവസ്ഥനാണ്. എൻ്റെ വണ്ടിക്കൊട്ട് ലോറി വന്ന് കയറ്റി എൻ്റെ വീല് അതിനകത്ത് കയറിപ്പോയി എന്ന്. അപ്പോൾ അങ്ങനെ എനിക്കൊരു 10,40,000 രൂപ നഷ്ടമാണ്. അലോയ് വീല് കംപ്ലീറ്റ് പോയി. കാരണം അവൻ്റെ ആ ചവിട്ടി കയറാനായിട്ട് ലോറിയുടെ സൈഡിൽ വെച്ചിരുന്ന അതിനകത്തേക്ക് ഇടിച്ച് കയറി. അപ്പോൾ ഇതേ രീതിയിൽ ഒരുപാട് അനുഭവങ്ങൾ ധാരാളം പേർക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ചെയ്യാവുന്നത് ഉള്ള റോഡുകളെ ഒന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഗതാഗതക്കുരുക്കുകൾ ഒരു 90% പരിഹരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അത്യാവശ്യം പാർക്കിങ്ങിന് ടൗണിലൊക്കെയുള്ള കടകളിൽ ഇപ്പോൾ ഒറ്റ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഒരു സാധനം വാങ്ങാൻ പറ്റില്ല. എന്നാൽ ടൗണിലുള്ള കടകളിലേക്ക് തൊട്ട് ഫ്രണ്ടിൽ വണ്ടി ഒന്ന് നിർത്തിയിട്ട് പെട്ടെന്നൊരു സാധനം വാങ്ങിക്കൊണ്ട് പോകാവുന്ന സ്ഥിതിയിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കും. കട്ടപ്പന നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്കിന്റെ ഡോക്യുമെന്ററിയും പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് വിവിധ മേഖലകളിലേക്ക് വാഹനങ്ങൾ കടന്നുപോകുന്നതിനുള്ള വിവിധ റോഡുകളുടെ രേഖകളും അതുവഴി യാത്ര ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന സമയലാഭവുമടക്കം പ്രദർശിപ്പിച്ചായിരുന്നു വിഷയാവതരണം. സെൻമത്താസ് കോൺവെന്റ് വരെ 700 മീറ്ററും സെൻമത്താസിൽ നിന്ന് പള്ളിക്കവലയ്ക്ക് 300 മീറ്ററും പള്ളിക്കവലയിൽ നിന്ന് സ്കൂൾ കവലയിലേക്ക് 1 കിലോമീറ്റർ 1000 മീറ്റർ നിന്ന് നേരെ പോപ്പുലർ ജംഗ്ഷൻ നമ്മൾ കുന്നമ്മാടക്കുള്ള പുതിയൊരു ബൈപ്പാസ് റോഡ് ഉണ്ടല്ലോ, പാറക്കടവിൽ നിന്ന് സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഇതിലെ വന്ന് പോകുന്ന ആ പാറക്കടവിൽ നിന്ന് വരുന്ന ആ ബൈപ്പാസ്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കോട്ടയം, ചെറുതോണി, പുളിയന്മല എന്നിവിടങ്ങളിലേക്ക് പോകാനുള്ള വിവിധ റോഡുകൾ, അവ ഉപയോഗിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ട വിഷയങ്ങൾ, ഗുണങ്ങൾ, ദോഷങ്ങൾ എന്നിവയിൽ യോഗത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും അഭിപ്രായം രേഖപ്പെടുത്തി. എനിക്ക് തോന്നുന്നത് കുറച്ച് കാര്യങ്ങൾ കുറച്ച് നാളത്തെ ഒബ്സർവേഷനിൽ നിന്നാണ് ഇതുപോലെ ഒരു പ്രപ്പോസലും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ചത്. അതിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ പറയുകയാണ്. ഒന്ന് എനിക്ക് തോന്നിയത് ഈ
കണ്ടെത്തിയ ബ്ലോക്കുകൾ ഉള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വളരെയധികം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണ്. രണ്ട്, ബസ്സുകൾ മാത്രമല്ല നമ്മുടെ ബ്ലോക്കുകൾക്ക് ഒന്നാമതായി കാരണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പ്രപ്പോസലുകളിൽ ചില പ്രപ്പോസലുകൾ നമുക്കൊരിക്കലും ഒരു വ്യാപാരി എന്ന നിലയിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. ഒരു റെപ്രസെൻ്റ് എന്ന നിലയിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാമായിരിക്കാം. വ്യാപാരികളുടെ പ്രതിനിധി എന്ന നിലയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ള ചില പ്രപ്പോസലുകളുണ്ട്. IT ജംഗ്ഷനിൽ നിന്ന് അതിലെ പോവുകയാണെങ്കിൽ ഇടുക്കിക്കോല എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൃദയമാണ്. പിന്നെ ഇതിൽ പറഞ്ഞത് സെൻട്രൽ ജംഗ്ഷൻ ഹൃദയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പനയുടെ ഹൃദയം എന്ന് പറയുന്നത് ആ 2 കോഡ് കൊണ്ട് നമ്മൾ ഒതുങ്ങിക്കാണും. കട്ടപ്പനയുടെ ഹൃദയം കുറച്ചുകൂടെ വിശാലമായിട്ടാണ്. അവിടെ നമ്മൾ ചുരുങ്ങിയതാണ് പ്രശ്നം. യോഗത്തിൽ YMCA വിദ്യാഭ്യാസ ബോർഡ് സംസ്ഥാന ചെയർമാൻ ജോർജ് ജേക്കബ്, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ്ടൗൺ പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ, മലയാളി ചിരി ക്ലബ്ബ് ജനറൽ സെക്രട്ടറി അശോകൻ, ഗ്രീൻ സിറ്റി ലയൺസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് PC മാത്യു, HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടി, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന ജോയിന്റ് സെക്രട്ടറി അലൻ വിൻസെന്റ് തുടങ്ങി വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികൾ പങ്കെടുത്തു. യോഗത്തിലെ ചർച്ചയ്ക്ക് മേലുണ്ടായ അഭിപ്രായങ്ങൾ ചേർത്ത് അടുത്ത യോഗം ചേരുകയും വിവിധ ആശയങ്ങൾ ഏകീകരിച്ച് കട്ടപ്പന നഗരത്തെ വലയ്ക്കുന്ന ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നഗരസഭയെ സമീപിക്കുകയും ചെയ്യും. കാന്തല്ലൂർ ടൗണിൽ കാട്ടാന ഇറങ്ങി. പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന മോഴയാന പരിഭ്രാന്തി പരത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു. വാഹനങ്ങൾക്കും വീടുകൾക്കും നേരെ ആക്രമണം നടത്തുന്നത് പതിവ് സംഭവമായിരിക്കുകയാണ്. കാന്തല്ലൂർ പഞ്ചായത്ത് ജംഗ്ഷനിലാണ് ആന എത്തിയത്. റോഡിലൂടെ പരിഭ്രാന്തി പരത്തി നീങ്ങിയ ആന പരസ്യ ബോർഡ് ആക്രമിക്കുകയും പഞ്ചായത്തിന് മുൻപിൽ നിന്നവരുടെ നേർക്ക് പാഞ്ഞടുക്കുകയും ചെയ്തു. പ്രദേശവാസിയായ മതിയഴകന്റെ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ ആക്രമിച്ച ആന സമീപത്തെ മറ്റൊരു വീടും ആക്രമിക്കാൻ ശ്രമിച്ചതായി നാട്ടുകാർ പറഞ്ഞു. മുകളിൽ നമ്മുടെ കാന്തല്ലൂർ ഗ്രാമത്തിലൂടെ വണ്ടി ഓട്ടോ നിർത്തി വെച്ച സ്ഥലത്ത് ആന വന്ന് ആൾക്കാരെ വന്ന് പേടിപ്പിച്ച് ആന വന്ന് ഓട്ടോനെ ഇടിച്ച് ഇവിടെ നിന്ന് ഒരു മീറ്റർ ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോയി. അടുത്തയായും പിന്നെ ഈ സൈഡ് ഭാഗം എനിക്ക് പോയിട്ടുണ്ട്. താഴെ കുറച്ചില്ലെങ്കിൽ ആ വീടിൻ്റെ മുകളിലേക്ക് ചാച്ചാന ആന അത്രയ്ക്കും ദേശത്തിലാണ് വന്നത്. ഭയങ്കര ചുരുട്ടിക്കൊണ്ട് വാലും ചുരുട്ടിക്കൊണ്ട് വന്ന ആൾക്കാരൊക്കെ പേടിച്ച് ഭീതിയിൽ എല്ലാവരും ഓടി. അപ്പോഴത്തേക്കും വഴി അറിയാണ്ട് അങ്ങോട്ടൊന്ന് വന്ന ആന വണ്ടിയുടെ ഓട്ടോനെ ഒറ്റയാട്ടി ഇടിച്ച് അങ്ങോട്ട് ഉള്ളിലേക്ക് കെട്ടി. കുറച്ചില്ലെങ്കിൽ വീട് തകർന്നേനെ. അത് കഴിഞ്ഞിട്ട് ആ ആന പിന്നെയും ഇങ്ങനെ തിരിച്ചു വന്നിട്ട് അവരുടെ വീടുണ്ടല്ലോ, നന്നായിട്ട് വീട്, അവരുടെ വീടും ഒരു ഇടി, അതും തല്ലി. എന്നിട്ട് ആന അതിൽ നിന്ന് ആൾക്കാരൊക്കെ പേടിച്ച് പിന്നെ 2 ഇരട്ടി നല്ല സൗണ്ടൊക്കെ ഇട്ട് പിന്നെയും ഓടി, ഒരു ഒറ്റ ഓടി. അതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ജീവിക്കാനേ പറ്റത്തില്ല. നമ്മൾ ജീവിക്കുന്നത് ഭയങ്കര കഷ്ടത്തിലാണ്. ഒന്ന് ആനയ്ക്ക് പരിഹാരം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ രാത്രി കാരണം കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും അയക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യരിങ്ങനെ ഇപ്പോൾ വണ്ടിക്കായത് കുഴപ്പമില്ലെന്ന് പറയവർ. പക്ഷേ ജനങ്ങൾക്കാർക്കും കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പോൾ നടപടി എടുക്കണം. എനിക്ക് വണ്ടിയുടെ പരിഹാരം ഉണ്ടാക്കി തരണം, നഷ്ടപരിഹാരം ഉണ്ടാക്കി തരണം. ഏതാനും ആഴ്ചകളായി മോഴയാന പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങാറുണ്ട്. കഴിഞ്ഞ ദിവസം 2 ബൈക്ക് യാത്രികർക്ക് നേരെ ആന പാഞ്ഞെടുത്തിരുന്നു. വ്യാപക കൃഷിനാശവും വരുത്തുന്നുണ്ട്. ആക്രമണ സ്വഭാവത്തോടെ ആന പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടും വനമേഖലയിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക വികസന ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ സെപ്റ്റംബർ 10 UDFന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തും. സമരം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. കൂടാതെ സെപ്റ്റംബർ 25 മണ്ഡലം തലങ്ങളിലും ധർണ നടത്തുമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ത്രിതല പഞ്ചായത്തുകൾക്ക് അർഹതപ്പെട്ട ഫണ്ട് വെട്ടിക്കുറച്ചും തിരിമറി നടത്തിയും ഗ്രാമീണ വികസനം അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ UDF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മാസം 10 തീയതി രാവിലെ 11 മണിക്ക് ഇടുക്കി കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തുകയാണ്. എല്ലാ വർഷവും അവസാനത്തെ ഗഡു അനുവദിച്ചു എന്ന് പേരിൽ വരുത്തുകയും 10 പൈസ പോലും ത്രിതല പഞ്ചായത്തുകൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെൻറ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുവർത്തിച്ചു വരുന്നത്. കഴിഞ്ഞ വർഷവും മാർച്ച് 27 തീയതി 4ാമത്തെ ഗഡു പൈസ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉത്തരവിറക്കി. 28 തീയതി ട്രഷറി പറഞ്ഞു ആരുടെയും ഒരു ബില്ല് പോലും മാറിക്കൊടുക്കരുത് എന്ന് പറഞ്ഞു. 31 തീയതി വരെയും ഒരു ബില്ലും മാറിയില്ല. 31 തീയതി ആയപ്പോൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൊടുത്ത ബില്ലുകൾ മുഴുവൻ ക്യൂ ബില്ല് ആയി ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രഷറിയിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ 4ാമത്തെ ഗഡു
അനുവദിച്ചതിൻ്റെ പേരിൽ ഈ സംസ്ഥാനത്ത് ഒരു ത്രിതല പഞ്ചായത്തിലും 10 നയാ പൈസ കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് 2024-25 വർഷത്തേക്കുള്ള പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ബഡ്ജറ്റ് അലോക്കേഷനും ഗവൺമെൻറ് തരികയുണ്ടായി. ആ ബഡ്ജറ്റ് അലോക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ത്രിതല പഞ്ചായത്തുകൾ പ്രോജക്റ്റുകൾ തയ്യാറാക്കി അത് ഗ്രാമസഭയിൽ പോയി ഗ്രാമസഭയുടെ അംഗീകാരത്തോടു കൂടി DPCയുടെ അനുമതിക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞു വന്നപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ അലോട്ട്മെൻറ്റ് വരികയും കഴിഞ്ഞ വർഷത്തെ ക്യൂബില്ലായിട്ട് നിൽക്കുന്ന ബില്ലുകളുടെ പൈസ മുഴുവനും ഈ വർഷത്തെ അലോട്ട്മെൻറ്റിൽ നിന്നാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2024-25 വർഷത്തെ പ്രോജക്റ്റുകൾ നടപ്പാക്കാൻ നമുക്ക് പണമില്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ രാജയോഗ ധ്യാന കേന്ദ്രം ഈ മാസം 10-ാം തീയതി ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന നിർമ്മല സിറ്റിയിൽ പണികഴിപ്പിച്ച ബ്രഹ്മകുമാരി മന്ദിരത്തിന്റെ പ്രവേശന ചടങ്ങിന് ശേഷം വെള്ളിയാങ്കുടി പാരിഷ് ഹാളിൽ വിശ്വശാന്തി മഹോത്സവം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിർമ്മല സിറ്റിയിൽ നിർമ്മാണം പൂർത്തിയായ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ രാജയോഗ ധ്യാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 10-ന് നടക്കും. രാവിലെ 8:30 നടക്കുന്ന ഗൃഹപ്രവേശന ചടങ്ങുകൾക്ക് ശേഷം 10 മണിക്ക് വെള്ളിയാങ്കുടി സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടക്കുന്ന വിശ്വശാന്തി മഹോത്സവം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. 142 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചിരിക്കുന്ന പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ഒരു ബ്രാഞ്ച് കഴിഞ്ഞ 6 വർഷമായിട്ട് കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് സ്വന്തമായിട്ടൊരു ബിൽഡിങ് ഇവിടെ നിർമ്മല സിറ്റിയിൽ തപസ്യാധാം എന്ന പേരോടുകൂടി ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ സെപ്റ്റംബർ 10-ാം തീയതി. അതിൻ്റെ ചടങ്ങുകൾ രാവിലെ ഗൃഹപ്രവേശന ചടങ്ങുകൾ നടക്കുന്നുണ്ട് 8:30-ക്കാണ്. അതിനുശേഷം 9:30-ക്ക് വിവിധ കലാപരിപാടികളൊക്കെ പാരിഷ് ഹാൾ വെള്ളയാങ്കുടി പാരിഷ് ഹാളിൽ നടക്കുന്നു. പിന്നീട് 10 മണിക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പൊതുസമ്മേളനവുമുണ്ട്. പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർകളാണ്. ബ്രഹ്മകുമാരീസ് സോണൽ ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരീസ് ബീന ബെഹൻജി അധ്യക്ഷത വഹിക്കും. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, NSS ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് R മണിക്കൂട്ടൻ, SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, സരസ്വതി വിദ്യാപീഠം സ്കൂൾ ചെയർമാൻ ശ്രീനഗരി രാജൻ, SNDP യോഗം വനിതാ സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, വാർഡ് കൗൺസിലർ ജൂലി റോയി, മഹീന്ദ്ര ഹൊറൈസൺ ഗ്രൂപ്പ് ജില്ലാ ജനറൽ മാനേജർ പവിത്രൻ വി മേനോൻ തുടങ്ങിയവർ സംസാരിക്കും. അപ്പോൾ ഇന്ന് മനുഷ്യന്റെ ബുദ്ധി എന്നിട്ട് തലതിരിഞ്ഞ് കിടക്കാണ്. ഇവിടെ പറയാറുണ്ട് ഇതൊരു ബുദ്ധിമോശമാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നം മനുഷ്യന്റെ ബുദ്ധിക്ക് എന്തോ ഒരു ചെറിയ തകരാറ് സംഭവിച്ചു. അപ്പോൾ അവിടെ ബുദ്ധിയുടെ ഒരു ശുദ്ധി ആവശ്യമാണ്, ബുദ്ധിക്ക് ഒരു സ്പഷ്ടമായ അറിവ് ആവശ്യമാണ്. ആ സ്പഷ്ടമായ അറിവും ആ ശക്തിയും നമുക്ക് നൽകുന്നത് ഈശ്വരനാണ്. ഈശ്വരനെ കൊണ്ട് മാത്രമേ നമുക്ക് ഈ ശുദ്ധിയും ശക്തിയും നൽകാൻ പറ്റുള്ളൂ. അപ്പോൾ മെഡിറ്റേഷൻ, ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്ന രാജയോഗ മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിനെ നമ്മൾ ഈ പല പല കണ്ട ചിന്തകളിൽ നിന്നും മാറ്റിയിട്ട് ആ പരമ്പൊരുളായ പരമപവിത്രമായ നമുക്കറിയാം ഈശ്വരൻ ഒരാളെ ഉള്ളൂ. പക്ഷെ ഐക്യരാഷ്ട്രസഭയുടെ വാർ കൗൺസിൽ പറയാണ് 80% ലോകത്ത് നടക്കുന്ന കലാപങ്ങൾ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ദൈവത്തിന്റെ പേരിലാണ്. അപ്പോൾ ആ ഈശ്വരൻ യഥാർത്ഥത്തിൽ ആരാണ് എന്നൊന്ന് മനസ്സിലാക്കി കൊടുത്ത് നമ്മുടെ മനസ്സ് ഈശ്വരനടുത്തേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തി വരും. നമുക്ക് എല്ലാവരെയും തുല്യരായിട്ട് സഹോദരങ്ങളായിട്ട് കാണാൻ പറ്റും. ജില്ലയിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച ശ്രേഷ്ഠകർമ്മ പുരസ്കാരം നൽകി ആദരിക്കും. 1 ഏക്കറിലധികം സ്ഥലം വാങ്ങി വിപുലമായ തോതിൽ വലിയ രൂപത്തിലൊരു സ്ഥാപനം സ്വന്തം നിലയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് 2024 സെപ്റ്റംബർ 10 ചൊവ്വാഴ്ച രാവിലെ അവിടെ ഇതിൻ്റെ ഗൃഹപ്രവേശ ചടങ്ങ് നടക്കുന്നുണ്ട്. 9:30-ക്ക് കട്ടപ്പന പള്ളിയുടെ വെള്ളയാങ്കുടി പള്ളിയിലെ പാരിഷ് ഹാളിൽ വെച്ച് ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വരുന്ന ബ്രഹ്മകുമാരീസിൻ്റെ ധ്യാന പരിശീലകരും അതിൻ്റെ സഹോദരി സഹോദരന്മാരായിട്ടുള്ള ആളുകൾ എല്ലാം പങ്കെടുക്കുന്ന 1000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. വാർത്താ സമ്മേളനത്തിൽ S സുജാത, ശ്രീനഗരി രാജൻ, BK അരവിന്ദാക്ഷൻ, BK കൃഷ്ണകുമാർ, BK അശോക് പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. പീരുമേട് മേലെഴുതിയിൽ രാത്രിയുടെ മറവിൽ വ്യാപാര സ്ഥാപനം കുത്തിത്തുറന്ന് മോഷണം. മേലെഴുത പുതുവലിൽ ഓമന ബാബുവിന്റെ വ്യാപാര സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്.
വ്യാപാര സ്ഥാപനത്തിലുണ്ടായിരുന്ന 1000 രൂപയടക്കം 5000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. പീരുമേടിന് സമീപം മേലെഴുത പുതുവലിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വ്യാപാര സ്ഥാപനം കുത്തിത്തുറന്ന് മോഷണം നടന്നത്. മേലെഴുത പുതുവലിൽ ഓമന ബാബുവിന്റെ വ്യാപാര സ്ഥാപനത്തിലാണ് മോഷണം നടന്നിരിക്കുന്നത്. സ്ഥാപനത്തിലുണ്ടായിരുന്ന 1000 രൂപയടക്കം 5000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. പൈസ 1000 രൂപയോളം, സേവ്, ഓറിയോ, സിഗരറ്റ് 5 പാക്കറ്റ്, പെൻസിൽ 2 പാക്കറ്റ്, ബിങ്കോ കുറേ ബിങ്കോ, ബീഡി 1 പാക്കറ്റ്, സിസർ 5 പാക്കറ്റ്, ജ്യൂസ് 10, ബൂസ്റ്റ്, ഹോർലിക്സ്. 1000 രൂപയ്ക്ക് പുറമെ സിഗരറ്റ്, ബീഡി, സ്നാക്സുകൾ തുടങ്ങിയവയാണ് മോഷണം പോയിരിക്കുന്നത്. സംഭവത്തിൽ പീരുമേട് പോലീസിൽ പരാതി നൽകിയതായും ഓമന പറഞ്ഞു. ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ 15 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. എക്സ്റേ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും അധികൃതർ അറിയിച്ചു. ഹൈറേഞ്ചിലെ ആദ്യ സർക്കാർ ആശുപത്രിയായ ഉപ്പുതറ CHCയിൽ എക്സ്റേ യൂണിറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം പതിറ്റാണ്ടുകളായി ഉയരുന്നതാണ്. തോട്ടം മേഖലയിലെയും ആദിവാസി മേഖലയിലെയും നിരവധി സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രം. 200-ലധികം പേർ ദിവസവും ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റിന്റെ അഭാവം രോഗികളെ വലച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച എക്സ്റേ യൂണിറ്റ് സ്ഥാപിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായാൽ എത്രയും വേഗം എക്സ്റേ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ പറഞ്ഞു. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. 15 ലക്ഷം രൂപ വെച്ചാണ് ആവശ്യമായ ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ് ആരംഭിച്ചിട്ടുള്ളത്. എക്സ്റേ യൂണിറ്റ് ICICI ബാങ്കിൻ്റെ CSR ഫണ്ടിൽ നിന്നാണ് തരുന്നത്. തൊടുപുഴ ബ്രാഞ്ചിൽ നിന്നാണ് നമുക്ക് എക്സ്റേ യൂണിറ്റ് ഇവിടെ കൊണ്ട് ഫിക്സ് ചെയ്ത് തരുന്നത്. അതോടൊപ്പം തന്നെ 3.5 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഫാർമസി ബ്ലോക്കിൻ്റെ വൈദ്യുതീകരണത്തിനുള്ള ഒരു 5 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അത് ഈ അടുത്ത ദിവസം തന്നെ പുതിയ AE വന്നതിന് ശേഷം ടെൻഡർ നടപടികൾ നടത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതും അധികം താമസിക്കാതെ തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ച് അങ്ങോട്ട് ഫാർമസിയും ലാബും മാറുന്നതിനാവശ്യമായ സജ്ജീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആശുപത്രിയുടെ പുരോഗതിക്കായി പരമാവധി ഫണ്ട് വെച്ചുകൊണ്ട് സൗകര്യവും ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ സ്വീകരിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ മുൻപ് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പുതുക്കി നിർമ്മിച്ചാണ് എക്സ്റേ വിഭാഗത്തിന് വേണ്ടി തയ്യാറാക്കുന്നത്. ICICI ബാങ്കിന്റെ CSR ഫണ്ടിൽ നിന്നുമാണ് എക്സ്റേ യൂണിറ്റിന് ആവശ്യമായ യന്ത്രസാമഗ്രികൾ വാങ്ങുന്നത്. ഇതോടൊപ്പം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ വയറിംഗ് ചെയ്യുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടുമുണ്ട്. ടെൻഡർ ചെയ്താലുടൻ വയറിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയാക്കും. എക്സ്റേ യൂണിറ്റ് കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സാധാരണ ജനങ്ങൾക്ക് ഇത് ഏറെ പ്രയോജനപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനമെന്ന UDF പഞ്ചായത്ത് അംഗങ്ങളുടെ ആരോപണത്തിന് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR ജയൻ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കുറഞ്ഞ നാൾ മാത്രമേ ഉള്ളെന്നിരിക്കെ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങളെന്ന് KR ജയൻ പറഞ്ഞു. വെള്ളത്തൂവൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ഭരണസമിതി സംശയിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളത്തൂവൽ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നതായിട്ട് ഞങ്ങൾ സംശയിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിരവധിയായിട്ടുള്ള വർക്കുകൾ അടിമാലി ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏറ്റെടുക്കുകയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് സൊസൈറ്റി. ആ സൊസൈറ്റി ഏറ്റെടുക്കുകയും അത് പണിയാതിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കത്ത് കൊടുത്തും പറഞ്ഞും എല്ലാം നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല. നിരവധി ഉണ്ട്, അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളെല്ലാം ഞങ്ങളിലുണ്ട്. എന്നിട്ട് അവർ തന്നെ വെള്ളത്തൂവൽ പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പ് ആണ് എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി നടത്തുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം വെച്ചേ ഉള്ളൂ. അത് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചനയ്ക്കെതിരായി അതുമാത്രമല്ല, നമുക്ക് ഇതിനെതിരായി ഒരു പ്രതികരണം നടത്തേണ്ടതായിട്ട് വരും. അടിമാലി ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ മുമ്പിലേക്ക് ഇവിടുത്തെ ജനപ്രതിനിധികൾ, വെള്ളത്തൂരിലെ ജനപ്രതിനിധികൾ ഒരു സമരം നടത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. അപ്പം ഇത് 2 റോളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയാനുള്ളത്. അതിൻ്റെ മറ്റൊരു കാര്യമുള്ളത്, പണിതിരിക്കുന്ന കേസാണെങ്കിൽ തന്നെ ചിലത് ഈ മെമ്പർമാരുടെ നേതൃത്വത്തിൽ തന്നെ പണിതിട്ടുള്ള നീന്തൽക്കുളം പോലുള്ളത് പ്രവർത്തിപ്പിക്കാൻ നമുക്കിതുവരെ കഴിയുന്നില്ല. അതിൻ്റെ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള പിഴവുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്കിവിടെ കാര്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള
ബഹുമതി നമ്മുടെ പഞ്ചായത്തിന് ഒരു പ്രാവശ്യം ലഭിക്കുന്നു. മറ്റൊരു പ്രാവശ്യം ഈ കേരളത്തിലെ തന്നെ 942 പഞ്ചായത്തിൽ 24ാം സ്ഥാനത്തേക്ക് ഭരണ മികവിന് നമ്മളെ തിരഞ്ഞെടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിന് മറുപടിയാണ്. ഉപ്പുതറ 9 ഏക്കർ നഗർ ക്ഷേത്രംപടി ഭാഗത്തെ യാത്രാക്ലേശത്തിന് പരിഹാരമായി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 5 ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്തു. റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കൊമ്പൽ നിർവഹിച്ചു. ഉപ്പുതറ 9 ഏക്കർ നഗർ ക്ഷേത്രംപടി റോഡ് ഗതാഗത യോഗ്യമാക്കി നൽകണമെന്നുള്ള ആവശ്യം നാളുകളായി ജനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതയാത്ര HCN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ ചെലവഴിച്ച് റോഡിന്റെ ഏറ്റവും മോശമായി കിടന്നിരുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. റോഡിന്റെ ഉദ്ഘാടനം ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കൊമ്പൽ നിർവഹിച്ചു. 2023-2024 PMRY സ്കീമിൽപ്പെടുത്തി തൊഴിലുറപ്പ് പട്ടികയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൂട്ടി നമ്മൾ 5 ലക്ഷം രൂപയും അതുപോലെ തന്നെ ഈ പ്രദേശവാസികളുടെ സഹകരണത്തോടു കൂടി അവരുടെ കോൺട്രിബ്യൂഷനോട് കൂടിയുള്ള റോഡാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ജനങ്ങൾക്കായിട്ടും അതുപോലെ ഇവിടുത്തെ ഉപ്പുതറ 9 ഏക്കറിലെ ഉമാമഹേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഏതുതരം വാഹനങ്ങളും കയറിപ്പോകുന്ന രീതിയിലുള്ള ഒരു റോഡ് നമ്മൾ അതിൻ്റെ 1ാം ഘട്ടം പണി ഇവിടെ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന അമ്പാടിക്കവല ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവത്തിന്റെ ഭാഗമായി 1008 നാളികേരത്തിന്റെ അതിശ്രേഷ്ഠ മഹാഗണപതി ഹോമവും സഹസ്രനാമ അർച്ചനയും നടന്നു. ക്ഷേത്ര മേൽശാന്തി DH രാഹുൽ കൃഷ്ണൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ക്ഷേമൈശ്വര്യങ്ങൾ വർദ്ധിക്കാനായി നടത്തുന്ന പ്രധാന ഹോമമാണ് ഗണപതി ഹോമം. ഏറ്റവും വേഗത്തിൽ ഫലം തരുന്ന കർമ്മമാണ് ഗണപതി ഹോമം എന്നാണ് വിശ്വാസം. രാവിലെ 6 മണിക്ക് ആരംഭിച്ച ചടങ്ങിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥിയായ വിനായക ചതുർത്ഥി ദിനമാണ് ഗണപതി ഭഗവാന് പൂജാതി ഹോമ വഴിപാടുകൾ നടത്തുന്നതിന് ഉത്തമ ദിനം. ക്ഷേത്രം ശാന്തി രാജേഷ് ആചാര്യ ഉൾപ്പെടെ മറ്റു തിരുമേനിമാരുടെയും പങ്കാളിത്തത്തോടെയാണ് 1008 നാളികേരത്തിന്റെ അതിശ്രേഷ്ഠ മഹാഗണപതി ഹോമവും സഹസ്രനാമ അർച്ചനയും ക്ഷേത്രത്തിൽ നടന്നത്. നിത്യം ഗണേശം പരമഗുണയുധം ധ്യാനസം തമിഴ്നേത്രം ഏകദന്തം മഹാകായം സപ്തകാന്തരി സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേകം. ഗണപതി ഭഗവാൻ സാന്നിധ്യം കൊണ്ടും അനുഗ്രഹീതമായ നമ്മുടെ ക്ഷേത്രത്തിൽ ഇത് 2ാം തവണയാണ് 1008 നാളികേരത്തിൻ്റെ മഹാഗണപതി ഹോമം നടക്കുന്നത്. ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്താൽ കഴിഞ്ഞ തവണ വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ഈ ഗണപതി ഹോമം നമുക്ക് നടത്താൻ സാധിച്ചു. ഇപ്രാവശ്യം ഇത് 1008 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗണപതി ഹോമം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ഗണപതി ഹോമം സഹസ്രനാമാർച്ചനയും ഭക്തജനങ്ങൾ നമ്മൾ ഈ പരിമിതമായ സ്ഥലത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഇത് ചെയ്യുകയാണ്. പങ്കെടുക്കുന്ന ഓരോ ഭക്തരുടെയും പേരിലും നാളിലും നാളികേരത്തിൽ അഷ്ടദ്രവ്യം നിറച്ച് വിനായക മന്ത്രത്താൽ ഹോമിച്ചു. അതോടൊപ്പം കറുക, മുക്കുറ്റി, നെയ്യ്, കരിമ്പ്, പഴവർഗ്ഗങ്ങൾ, ഉണ്ണിയപ്പം, മോദകം, ഒറ്റയപ്പം എന്നിങ്ങനെ ഭഗവാന് ഇഷ്ടമുള്ളതെല്ലാം ഹോമിച്ച് പ്രീതിപ്പെടുത്തുകയും ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് അശോക് കുമാർ, സെക്രട്ടറി സുഭാഷ് രാമൻകുട്ടി, ശശികുമാർ മുല്ലയ്ക്കൽ, KV വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വണ്ടിപ്പെരിയാർ കറുപ്പുപാലം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. സെപ്റ്റംബർ 16 നടക്കുന്ന നബിദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കും. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ 1499 ജന്മദിനം സെപ്റ്റംബർ 16 ആഘോഷിക്കുന്നത്. ഇതിനു മുന്നോടിയായി വണ്ടിപ്പെരിയാർ കറുപ്പുപാലം മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. കറുപ്പുപാലം ജമാ മസ്ജിദ് ഇമാമുമാരായ MK മുഹീദ്ദീൻ മൗലവി, അൽ ബാഖവി, മുഹമ്മദ് സ്വാലിഹ് മൗലവി എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ലോകത്ത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരുമകളായി മനുഷ്യ സമൂഹം ആദം ഹവ്വ ദമ്പതികളുടെ സന്താനങ്ങളായ ഒരു മാതാപിതാക്കളുടെ മക്കളായി ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങേണ്ട കാലഘട്ടമാണ് ഇത് എന്ന് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആയതിനാൽ ലോകത്ത് നടക്കുന്ന സർവ്വ വിനാശകരമായ വിപത്തുകളെയും അതിനെ ഉന്മൂലനം ചെയ്തുകൊണ്ട്
ശാന്തിയുടെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ വാഹകരായി ലോക ജനത മാറേണ്ട ആവശ്യം പ്രവാചക സന്ദേശം എന്ന നിലയിൽ പ്രവാചകൻ്റെ ജീവിതചര്യകളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്നവരായി ലോകത്ത് മാറുക എന്നുള്ളതാണ് ഇത്തരണത്തിൽ ഈ നബിദിന സന്ദേശം കൊണ്ട് ലോകത്തിന് നൽകുന്ന സംഭാവന എന്ന് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. 1499 മിലാദ് ഷരീഫ് ആഘോഷിക്കുന്ന ഈ വേളയിൽ ലോകസമാധാനത്തിൻ്റെ തിരുദൂതരായി പ്രത്യക്ഷപ്പെട്ട മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശങ്ങൾ ലോകത്തിന് മാതൃകയാകുന്ന നിലയിൽ എല്ലാ ജനങ്ങളും ഉൾക്കൊള്ളണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഭാവനകൾ ലോകത്ത് നിലനിൽക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജന്മദിനം നമുക്കൊരു മാതൃകയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജമാഅത്ത് സെക്രട്ടറി MK കുഞ്ഞുമോൻ, വൈസ് പ്രസിഡന്റ് മീരാൻകുട്ടി, മുഹമ്മദ് കുട്ടി മൗലവി, സുധീർ കുഴിപ്പാടം, മറ്റ് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, മിലാദ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. AYF കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചു. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നതിൽ 10 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിന്റെ ഭാഗമായി പണം കണ്ടെത്തുന്നതിനാണ് ചലഞ്ച് സംഘടിപ്പിച്ചത്. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നതിൽ 10 കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകുന്നതിനായി പണസമാഹരണത്തിനായിട്ടാണ് AYF കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചത്. മുൻപ് ആക്രി ചലഞ്ചിലൂടെ 1.5 ലക്ഷം രൂപ കണ്ടെത്തി ജില്ലാ കമ്മിറ്റിയിൽ നൽകിയിരുന്നു. നിർമ്മല സിറ്റിയിൽ നടന്ന പായസ ചലഞ്ചിന്റെ ഉദ്ഘാടനം CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി നിർവഹിച്ചു. നമുക്കറിയാം, ലോകത്തെ ആകെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് വയനാട് ദുരന്തത്തെ നാം കേട്ടത്. ആ ദുരന്തത്തിൽ വീട് പൂർണ്ണമായി പോയിട്ടുള്ളവർ എത്രയോ ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു. ബാക്കി അവശേഷിക്കുന്ന ആളുകൾക്ക് താമസിക്കുവാൻ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായി AIYF-ന്റെ സംസ്ഥാന കമ്മിറ്റി 10 ഭവനങ്ങൾ ഒരുക്കിക്കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിൽ നിന്നും 10 ലക്ഷം രൂപ കളക്ട് ചെയ്ത് കൊടുക്കുവാനാണ് AIYF-ന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്. അത് വിവിധ മേഖലകളിൽ ഉള്ള പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും കൈകോർത്ത് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ആ 10 ലക്ഷം രൂപ സമാഹരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം സനീഷ് മോഹനൻ, മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി VT ഷാൻ, പ്രസിഡന്റ് സെന്തിൽ കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം അനിത ശ്രീനാഥ്, ജോയിന്റ് സെക്രട്ടറി VK അഭിലാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇടുക്കി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം നടന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നിർധനരായ വിധവകൾക്കായാണ് സൗജന്യ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തത്. ട്രസ്റ്റ് ചെയർമാൻ സുരേഷ് പനക്കമുറി അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ഈ പ്രാവശ്യം സ്കൂൾ തുറന്ന സമയത്ത് ഇതുപോലെ ഒരു യോഗത്തിന് എന്നെ പാസ്റ്റർ വിളിക്കുകയുണ്ടായി. അപ്പം അതിനും എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു. അപ്പം ഞാൻ പറയുന്നു, ഇതുപോലെ അനേകം മക്കൾ മുന്നോട്ട് കടന്നു വന്ന ഈ പാവങ്ങളായിട്ടുള്ളവരെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കട്ടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു, ട്രസ്റ്റ് പ്രസിഡന്റ് ഹാനോക്ക് KH, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മോബിൻ മാത്യു, സെക്രട്ടറി രാജൻ PK, ട്രസ്റ്റ് ഭാരവാഹികളായ AK ശശിധരൻ, ശശി N, ജെയ്സൺ ഇടുക്കി തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടന്നു. കരയോഗം ഹാളിൽ നടന്ന ആഘോഷത്തോടനുബന്ധിച്ച് നിരവധി മത്സരങ്ങളും കലാപരിപാടികളും നടന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് HMTA നൽകിയ സംഭാവനകൾ പരിഗണിച്ച ഭാരവാഹികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. കരയോഗം പ്രസിഡന്റ് വിശ്വനാഥൻ വണ്ടാനത്ത്, സെക്രട്ടറി ശശികുമാർ മുല്ലയ്ക്കൽ, വനിതാ സമാജം പ്രസിഡന്റ് ഉഷാ ബാലൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് HMTA ഭാരവാഹികളെ ആദരിച്ചത്. വളരെ സന്തോഷമുണ്ടെന്ന് ക്ഷണിച്ചതിൽ തന്നെ ബഹുമാനപ്പെട്ട ഭാരവാഹികളോട് ഞങ്ങൾ കടപ്പെട്ടവരായിരിക്കും. ഞങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും ഏവർക്കും അറിയാവുന്ന സംഘടനയാണ്. ഇത് രാഷ്ട്രീയമോ ജാതിമത ഭേദമോ ഒന്നും ഇല്ലാത്തൊരു സംഘടനയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ
50ാം വാർഷികമാണ് ആഘോഷിച്ചത്. ഈ വാർഷികത്തോടനുബന്ധിച്ചാണ് ക്യാൻസറായി കിടക്കുന്ന രോഗികൾക്ക് ചെറിയ കൈത്താൻ എന്ന് പറഞ്ഞ പോലെ ഒരു 10,000 രൂപ വെച്ച് ആൾക്കാർക്ക് നമ്മൾ തലപ്പെടുത്താം എന്നുള്ള കാര്യത്തെപ്പറ്റി ആലോചിക്കുകയും അത് ബഹുമാനപ്പെട്ട കരയോഗത്തിൻ്റെ പ്രസിഡന്റ് സാറിനെ ഈ കാര്യം അറിയിക്കുകയും അതിൽ നിന്ന് 2-3 പേരെ തിരഞ്ഞെടുക്കാൻ ഉള്ള കാര്യത്തെപ്പറ്റി പറഞ്ഞു. അതനുസരിച്ച് ഉള്ള 2 പേരെ തരികയും അവർക്ക് അറേഞ്ച്മെന്റ് തൊഴിലാളി അസോസിയേഷന്റെ ആ പാരിതോഷികം നൽകുകയും ചെയ്യും. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാമത്സരങ്ങളും നടന്നു. തുടർന്ന് കൊച്ചുകുട്ടികളുടെ കലാപരിപാടികളും വനിതാ സമാജം വക തിരുവാതിരകളിയും നടന്നു. നിരവധി ആളുകൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ഓണസദ്യയോടുകൂടിയാണ് പരിപാടി അവസാനിച്ചത്. നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. റോഡിലെ കുഴിയിൽ പ്രതിഷേധ സൂചകമായി ലോങ് ജമ്പ് മത്സരം നടത്തി AIYF. മൂന്നാർ സൈലന്റ് വാലി, മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റ് റോഡുകൾ തകർന്നതിൽ പ്രതിഷേധിച്ചാണ് വേറിട്ട സമരവുമായി പ്രവർത്തകർ രംഗത്തെത്തിയത്. മൂന്നാറിലെ സൈലന്റ് വാലി, മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റ് റോഡുകൾ തകർന്നതിൽ പ്രതിഷേധിച്ചാണ് വേറിട്ട സമരവുമായി AIYF പ്രവർത്തകർ രംഗത്തെത്തിയത്. പഴയ മൂന്നാർ ലക്ഷ്മി ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഉദ്ഘാടനം ചെയ്തു. 3.5 കോടി രൂപയുടെ മൂല്യത്തിൽ നമ്മുടെ മുമ്പിൽ കുളമാണോ റോഡാണോ എന്നറിയാത്തൊരു സ്ഥിതി നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ ഈ ജില്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ മൂന്നാറിൻ്റെ ഒരു കാലാവസ്ഥയെ സംബന്ധിച്ച് നമുക്കറിയാം, എപ്പോഴും മഴ പെയ്യുന്ന, മഞ്ഞ് പെയ്യുന്ന, തണുപ്പുള്ള, റോഡുകളിൽ വെള്ളം തളം കെട്ടിക്കിടക്കുന്ന തരത്തിലുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും ടാറിംഗ് ജോലികൾ ഇത്തരത്തിലുള്ള റോഡിൽ ചെയ്താൽ നിലനിൽക്കുകയില്ല എന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം അല്ലെങ്കിൽ കരാറുകാർക്കടക്കം എസ്റ്റിമേറ്റ് എടുക്കുന്ന ഉദ്യോഗസ്ഥർക്കടക്കം അറിയാൻ കഴിവുള്ളതാണ്. AIYF മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തമിഴരശൻ അധ്യക്ഷനായി. റോഡിലെ കുഴികളിൽ നടന്ന മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മാട്ടുപ്പെട്ടി സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ അപ്പു 1ാം സ്ഥാനം നേടി. റോഡ് നിർമ്മാണത്തിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും ഉദ്യോഗസ്ഥർ അഴിമതിക്ക് കൂട്ടുനിന്നെന്നും ഇതിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും AIYF നേതാക്കൾ ആവശ്യപ്പെട്ടു. CPI നേതാക്കളായ P. പളനിവേൽ, T. ചന്ദ്രപാൽ, GN ഗുരുനാഥൻ, G. മോഹൻകുമാർ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. പുനർനിർമ്മാണം പൂർത്തിയാക്കി 3 മാസത്തിനകം സൈലന്റ് വാലി റോഡ് പൂർണ്ണമായും തകർന്നിരുന്നു. MLA ഫണ്ടിൽ നിന്നും 6 കോടി രൂപ ചെലവഴിച്ചാണ് 19.5 കിലോമീറ്റർ റോഡിന്റെ പണി പൂർത്തിയാക്കിയത്. ടാറിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം അധികം താമസിയാതെ ലക്ഷ്മി റോഡും പൂർണ്ണമായും തകർന്നു. ഇതിനെതിരെ CPIയും പോഷക സംഘടനകളും നിരവധി തവണ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഫലം കാണാതെ വന്നതോടെയാണ് ലോങ് ജമ്പ് സമരവുമായി AIYF രംഗത്തെത്തിയത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദ കേരള കാർഡമം പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 203, വിൽപ്പനയ്ക്ക് വന്നത് 54,455, വിൽപ്പന നടന്നത് 51,742, കൂടിയ വില 2,707, ശരാശരി വില 2,193. കട്ടപ്പന കമ്പോളം
കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ, ഏലം കൂടിയ വില 2100, ഏലം ശരാശരി വില 1800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6680 രൂപ, വെള്ളി 89. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചൊക്രമുടിയിലെ അനധികൃത കയ്യേറ്റത്തിൽ 1-ാം പ്രതി റവന്യൂ മന്ത്രി എന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതീവ പരിസ്ഥിതിലോല മേഖലയിലുള്ള കയ്യേറ്റം റവന്യൂ വകുപ്പിന്റെ ഒത്താശയോടെ. റീസർവേക്കായി മന്ത്രി സ്പെഷ്യൽ ഓർഡർ ഇറക്കിയത് കയ്യേറ്റത്തിന് വഴിവെച്ചതായും രമേശ് ചെന്നിത്തല. കാഞ്ചിയാർ പള്ളിക്കവലിയിൽ റവന്യൂ ഭൂമി വനഭൂമിയാക്കി മാറ്റാൻ വില്ലേജ് ഓഫീസിലെ രേഖകളിൽ റിസർവ് ഭൂമി എന്നാക്കി കൃത്രിമം കാട്ടിയതായി പരാതി. ഉദ്യോഗസ്ഥർ കൃത്രിമം നടത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത് പള്ളിക്കവലിയിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് അടക്കം സ്ഥിതി ചെയ്യുന്ന 12 ഏക്കർ വരുന്ന ഭൂമിയുടെ രേഖയിൽ. സംഭവത്തിൽ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി. ഓണത്തോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. പരിശോധന നടന്നത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന ഉദ്യോഗസ്ഥർ. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നേന്ത്രക്കായുടെ വില കുതിച്ചുയരുന്നു. കൂടാതെ വെളിച്ചെണ്ണയുടെയും പാം ഓയിലിന്റെയും വിലയിലും വർധനവുണ്ട്. വരും ദിവസങ്ങളിൽ ഓണവിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിൽ വ്യാപാരികൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.